ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ നോമ്പിന്റെ 44-ാം ദിനത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്തിൽ പരീശന്മാരും സദൂക്യരും യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ നോക്കുന്ന 2 സംഭവങ്ങളുടെ വിവരണമാണ്. എന്നാൽ യേശു കർത്താവ് അവരെ പ്രതിരോധിക്കുകയും നിത്യമായ 2 സത്യങ്ങൾ നമ്മിലേക്ക് പകരുകയും ചെയ്യുന്നു. ഒന്നാമതായി നാണയവും മനുഷ്യനും, ദ കോയിൻ ആൻഡ് ദ സോൾ. 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ കൊടുക്കുവാൻ കൈസർക്ക് കരം കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. കൊടുക്കാമെന്ന് പറഞ്ഞാൽ യേശു യഹൂദ ജനത്തിന് എതിരാകും. കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ റോമൻ ഗവൺമെന്റിന് എതിരാകും. എന്നാൽ യേശു ഒരു നാണയം ചോദിക്കുകയും അതിലെ മേലെഴുത്തും സ്വരൂപവും ആരുടെ എന്ന് അവരോട് ചോദിക്കുകയും ചെയ്യുന്നു. അവർ പറഞ്ഞ മറുപടി കൈസറിൻ്റേത് എന്നായിരുന്നു. യേശുവിന്റെ മറുപടിയും നാം ശ്രദ്ധിക്കണം. അതിപ്രകാരമാണ്: കൈസറിനുള്ളത് കൈസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. ഇതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: ഒരു നാണയം അത് നിർമ്മിക്കുന്നത് ഗവൺമെന്റാണ്. അതിൽ ആ ഭരണകൂടത്തിന്റെ സീലുണ്ട്. അതുകൊണ്ട് അതവർക്ക് അവകാശപ്പെട്ടതാണ്. നാം അത് തിരികെ കൊടുക്കേണ്ടതാണ്. ഇനി ഒരു കണ്ണാടിയിൽ നിങ്ങളെ തന്നെ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെയോ സഹോദരിയെയോ നോക്കുക. മനുഷ്യന്റെ മേലുള്ള കയ്യൊപ്പ് ആരുടേതാണ്? ഉൽപ്പത്തി 1:27 പറയുന്നു, നാം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്നാണ്. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടാക്കിയ നാണയം ലോകത്തിന് കൊടുക്കാം. എന്നാൽ ആത്മാവും ജീവനുമുള്ള നിങ്ങളെ ദൈവത്തിന് മാത്രമേ കൊടുക്കാവൂ. കാരണം നിങ്ങളിൽ പതിഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ കയ്യൊപ്പല്ല, സർവശക്തന്റെ കയ്യൊപ്പാണ്. രണ്ടാമതായി ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിയുക. നോ ദ പവർ ഓഫ് ഗോഡ്. 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ സദൂക്യർ യേശുവിന്റെ അരികിൽ വന്ന് 7 സഹോദരന്മാരെ വിവാഹം കഴിച്ച ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞ് പുനരുത്ഥാനത്തെ ചോദ്യം ചെയ്യുന്നു. ഉയർത്തെഴുന്നേൽപ്പിൽ അവൾ ആരുടെ ഭാര്യയാകും എന്നായിരുന്നു ചോദ്യം. യേശുവിന്റെ മറുപടി 29-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു: നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകുന്നു. ഇവിടെ യേശു 2 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. സ്വർഗം ഭൂമിയുടെ തുടർച്ചയല്ല. സ്വർഗത്തിൽ വിവാഹമോ ലൗകിക ബന്ധമോ ഇല്ല. അവിടെ നാം ദേവദൂതന്മാരെ പോലെയാണ്. അതുകൊണ്ട് ലൗകിക ചിന്തകൾ വെച്ചുകൊണ്ട് സ്വർഗത്തെ അളക്കരുത്. ഒരു പുഴു ശലഭമായി മാറുന്നത് നാം പഠിച്ചിട്ടുണ്ടല്ലോ. പുഴുവായിരിക്കുമ്പോൾ ഇഴഞ്ഞു നടക്കണം. ശലഭമായാൽ ഇഴയേണ്ട ആവശ്യമില്ല. അതെ, നിയമങ്ങൾ മാറിക്കഴിഞ്ഞു. ആ നേരത്ത് അതുപോലെയാണ് ദൈവിക ശക്തി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. ഭൂമിയിലെ യുക്തി വെച്ച് സ്വർഗത്തെ ഒരിക്കലും അളക്കരുത്. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു എന്നാണ് ദൈവം മോശയോട് പറഞ്ഞത്, അല്ലാതെ ആയിരുന്നു എന്നല്ല. അതായത് അബ്രഹാം മരിച്ചുവെങ്കിലും ദൈവത്തിന്റെ മുൻപിൽ അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. പ്രിയരെ, ഈ വചനം നമ്മോട് പറയുന്ന സന്ദേശം വളരെ ലളിതമാണ്. നമ്മുടെ ഉടമസ്ഥത ദൈവത്തിലാണ്. നമ്മുടെ ജീവന്റെ മേൽ അധികാരവും ദൈവത്തിനാണ്. ആ അധികാരം ദൈവത്തിന് മാത്രം വിട്ടുകൊടുക്കുക. നമ്മുടെ ദൈവം കഴിഞ്ഞു പോയവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ ദൈവം എവിടെ എന്ന ചിന്തയിൽ നമ്മെ എത്തിക്കരുത്. മറിച്ച് എന്റെ ദൈവം ഇപ്പോഴും അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തൻ ആണെന്ന് നാം വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ കയ്യൊപ്പ് മാഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളിൽ അവിടുത്തെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു. ഞങ്ങളെ തന്നെ ഒരു ജീവയാഗമായി അങ്ങേക്ക് സമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ലൗകിക ചിന്തകൾക്കപ്പുറമുള്ള അങ്ങയുടെ വലിയ ശക്തിയെ ഞങ്ങൾക്ക് രുചിച്ചറിയുവാൻ കൃപ നൽകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.